ഹായ് കൂട്ടുകാരെ, ചാനൽ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറ്റുമെങ്കിൽ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇതിനകത്ത് ഒരുപാട് വിശേഷങ്ങളാണെന്ന് പറയാനുള്ളത്. നമ്മുടെ മനുഷ്യജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുഞ്ഞു സമയം കൊണ്ട്, വളരെ ചെറിയ സമയം കൊണ്ട് ഞാനത് പറയുകയാണ്. അപ്പോൾ ഇതുണ്ടോ, എൻ്റെ ഒരു പ്രാവ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കാണിച്ച്. കഴിഞ്ഞ വർഷം നട്ടാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഒരു വർഷം തികഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കുഞ്ഞു പ്രാവിന് കുഞ്ഞിക്ക 5-8 ചക്ക ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ ചക്ക എണ്ണി കാണിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. ഞാൻ 8 5 പറഞ്ഞത് 9 ചക്കയുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചക്ക വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ചക്ക കൊണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പം നമുക്കിനി വീഡിയോയിൽ കിടക്കാം. സാധിക്കുന്നവർ ഇത് മറ്റുള്ളവർക്കോട് കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോയിൽ ഇടുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടും കാണുക. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പം സുഹൃത്തുക്കളെ, ചക്ക വിശേഷത്തിലേക്ക് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞ ചക്കപ്പൊടി കൊണ്ട് ഒരു ഉൽപ്പന്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, എല്ലാവരും സംരംഭത്തിലേക്ക് വരിക എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സർക്കാരിൻ്റെ എല്ലാ ക്രമങ്ങളും സ്വീകരിച്ച് FSSAI അടക്കം പാക്കിംഗ് ലൈസൻസ് അടക്കം എടുത്തുകൊണ്ട് ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ എൻ്റെ പ്രൊഡക്റ്റാണ് ഹെൽത്ത് മിക്സ്. ഇനി രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ട്രൈക്കോഡർമ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ ചാണകപ്പൊടി ഞാൻ വിശദീകരിച്ചു തരാം. രണ്ടാമത്തെ പ്രൊഡക്റ്റ്. മൂന്നാമത്തെ പ്രൊഡക്റ്റാണ് EM2 എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ്. ഈ എല്ലാ പ്രൊഡക്റ്റിനെ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ കൂടി വിശദീകരിക്കുകയാണ്. എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. ഓക്കെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളിലും മായമാണ്. മായമില്ലാത്ത ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ വിഷമടിക്കാത്ത ഒരു സാധനം നമുക്ക് കിട്ടില്ല. ആപ്പിൾ, മുന്തിരി, ഓറഞ്ച് എന്ന് വേണ്ട, നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന മാമ്പഴത്തി വരെ നമുക്കിപ്പോൾ മായമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒട്ടും മായം ചേരാത്ത ഒരു ഉൽപ്പന്നമാണ് ചക്ക. വൈറ്റമിൻ എയുടെ കലവറയാണ് ചക്ക. കാരണം ഈ ചക്കച്ചുളയിൽ വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ കലവറയെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിലപ്പുറമാണ് വൈറ്റമിൻ മറ്റേ ചക്കച്ചുളയിലുള്ളത്. അയണുണ്ട്, പൊട്ടാസ്യമുണ്ട്, കാൽസ്യമുണ്ട്, അതുപോലെ നിയാസിനുണ്ട്, സിങ്കുണ്ട് തുടങ്ങിയ എല്ലാ ധാതുക്കളും ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഫൈബറിൻ്റെ കണ്ടക്റ്റ് ഇഷ്ടംപോലെ ഉള്ളതിനാൽ ഈ ഫൈബർ നമ്മുടെ നാരുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റുകൾ, അവശിഷ്ടങ്ങൾ എല്ലാം നമുക്ക് തള്ളിക്കളഞ്ഞാണ് ഇത് ഫൈബർ വന്നു കഴിഞ്ഞാൽ. പിന്നെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം ധാരാളം അടങ്ങിയാൽ നമ്മുടെ BP വളരെ നോർമലാക്കാൻ വേണ്ടി ഈ ഉൽപ്പന്നം വളരെയധികം നല്ലതാണ്. അതുപോലെ അയൺ ധാരാളമായി അടങ്ങിയാൽ നമ്മുടെ സാധാരണ നമുക്ക് ആൾക്കാർക്ക് കാണുന്ന വിളർച്ച, അങ്ങനെയുള്ള അതെല്ലാം ഈ വിളർച്ച എല്ലാം ഈ ചക്ക ഉൽപ്പന്നം കഴിച്ചാൽ നമുക്കതിനകത്ത് ഒരുപാട് കുറവ് വരും. നമുക്ക് തന്നെ അറിയാം, എൻ്റെ ഒരുപാട് സ്നേഹിതന്മാർ ഇതുപോലെ മെഡിക്കൽ റിപ്പോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ചക്ക സീസൺ വന്നു കഴിഞ്ഞാൽ ഷുഗർ എന്ന് പറഞ്ഞൊരു സാധനത്തെ പറ്റി ഇവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ആളുകൾ ചക്ക കഴിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഷുഗർ ഉണ്ടാകാറില്ല. ഷുഗർ വളരെ കുറവാണ്, അവർ ഗുളിക കുറവായിട്ട് കഴിക്കുന്നത്. ആസ്മ രോഗികൾക്ക് ഇത് വലിയൊരു ഔഷധമാണ്. ഈ ചക്കപ്പുഴുക്കായാലും പറ്റില്ല, ചക്ക ഉണ്ടാക്കുന്ന ഏത് പ്രൊഡക്റ്റായാലും പറ്റില്ല, ആസ്മ രോഗികൾക്ക് വളരെ. അതുപോലെ തന്നെ രക്തപ്രവാഹം, നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ ഒഴുക്കുകൾ അത് വളരെ സുഗമമാക്കാൻ വേണ്ടി ചക്ക നമ്മളെ വളരെയധികം സഹായിക്കുന്നു. തൈറോയ്ഡ് രോഗികൾക്ക് ഇത് വളരെ നല്ല ഒരു ഔഷധമാണ് നമ്മുടെ ഈ ചക്ക. അതുപോലെ മഗ്നീഷ്യവും കാൽസ്യവും മുതലായവ അടങ്ങിയതിനാൽ
എല്ല് തേയ്മാനം എന്നുള്ളത് നമുക്ക് ഈ ചക്കയുടെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ചക്കയുടെ പ്രൊഡക്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ല് തേയ്മാനം എന്നുള്ള ആ ഘടകം നമുക്ക് ഇതിനകത്ത് പോകും. അതുപോലെ അയൺ ധാരാളം അടങ്ങി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയണിൻ്റെ വളരെയധികം അയൺ ഈ ചക്കയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന എന്താ പറയുക ഈ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കി കിട്ടും. വൈറ്റമിൻ എ ഇതിൽ ധാരാളം അടങ്ങിയത് നമ്മുടെ ചർമ്മം, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവരുടെ ചർമ്മം നല്ല ഭംഗിയാകാൻ വേണ്ടിയും ഒക്കെ ഒരുപാട് ശ്രമിക്കണം. എല്ലാവരും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കാരും എല്ലാവർക്കും ചർമ്മത്തിൽ നല്ല സൗന്ദര്യം വരാൻ വേണ്ടി ചർമ്മത്തിന് പ്രായം അധികമാകാതിരിക്കാനും ഈ ചക്ക ഉൽപ്പന്നം കഴിക്കുന്നത് വളരെ അധികം ഭംഗിയാണ്. പിന്നെ ക്യാൻസർ രോഗികൾക്ക് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിവിധിയായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ചക്ക കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാതിരിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, പക്ഷെ പറയുന്നുണ്ട് ചക്ക ഒരു ക്യാൻസറിൻ്റെ പ്രതിവിധിയാണെന്ന് പറയുന്നത്. അപ്പം ഈ ഹെൽത്ത് മിക്സ് ഞാനിപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കിയിരുന്ന ഹെൽത്ത് മിക്സിന് 250 ഗ്രാമിൻ്റെ ഹെൽത്ത് മിക്സാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പം അത് വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതിൽ അടങ്ങിയിരിക്കുന്ന ചക്കച്ചുളയില്ലേ, ആ ചക്കച്ചുളയിനെ ഞാൻ തണലത്തിട്ട് ഉണക്കി 3 മിനിറ്റ് ചക്കച്ചുള അരിഞ്ഞതിന് ശേഷം 3 മിനിറ്റ് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ച് തുണിക്കകത്തിട്ട് മുക്കി വെച്ച് അതിനുശേഷം 3 മിനിറ്റ് തണുക്കുന്നതിനും വരെ അപ്പോൾ ഒരു 3-4 മിനിറ്റ് വരും പച്ചവെള്ളത്തിൽ വെച്ച് തണലത്തിട്ട് ഉണക്കിയെടുത്ത ചക്കച്ചോളയിൽ പൊടിയാണ് ഒന്ന്. രണ്ടാമത്തേത് ചോളപ്പൊടിയാണ്. മൂന്നാമത്തേത് മുത്താറിപ്പൊടിയാണ്. മുത്താറി നമ്മൾ മേടിച്ച് കഴുകി ഉണക്കി കഴുകി അത് നമ്മൾ വെള്ളത്തിലിട്ട് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് നമ്മൾ തുണിയിലേക്ക് വെച്ച് അത് മുളപ്പിച്ച് കഴിയുമ്പോൾ മുത്താറിയിൽ നിന്ന് നമുക്ക് ആ ഔഷധങ്ങൾ കൂടി വരാൻ അതിനുശേഷം നമ്മൾ തണുത്തിട്ട് ഉണക്കി പൊടിച്ചത്. നാലാമത്തേത് കായപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ കറിക്കായല്ല, പച്ചക്കായ നമ്മൾ വാങ്ങി കഴുകിയിട്ട് അതിൻ്റെ തോല് പൊളിച്ചതിന് ശേഷം നമ്മൾ അത് അരിഞ്ഞ് ഉണക്കി എടുക്കുന്ന തണുത്തിട്ട് ഉണക്കി എടുക്കുന്നതാണ് കായപ്പൊടി. അഞ്ചാമത്തേതാണ് നമ്മുടെ പനം കൽക്കണ്ടം. അപ്പം നമ്മൾ 3.5 കിലോയ്ക്ക് നമ്മൾ 200 ഗ്രാമാണ് പനം കൽക്കണ്ടം ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഹെൽത്ത് മിക്സിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് വാങ്ങിക്കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ 2 പ്രോഡക്റ്റുകൾക്കൊരു ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാൽ, ഇത് VM2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു പ്രോഡക്റ്റാണ്. ഇതിനെപ്പറ്റി അടുത്ത വീഡിയോയിലാണ് ഞാൻ വിശദാംശങ്ങൾ ഞാൻ പറയുന്നത്. ഇത് എൻ്റെ ട്രൈക്കോഡോമ എന്ന് പറഞ്ഞ ഒരു ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും ട്രൈക്കോഡോമയോട് സംരക്ഷിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട. പക്ഷേ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫിനെ ഒരുപാട് ചേഞ്ച് ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാധിക്കുമെങ്കിൽ വാങ്ങുക, കഴിക്കുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, താങ്ക് യു.